സ്വന്തം രാജ്യത്തിന്റെ താൽപര്യങ്ങൾ മറന്ന് മറ്റു രാജ്യത്തിന്റെ താൽപര്യങ്ങളിൽ മുന്നോട്ടു പോകുന്ന നയം ഇന്ത്യക്കില്ല. രാജ്യ താൽപര്യങ്ങൾ മാത്രം കൈക്കൊണ്ട് തന്ത്രപരമായ നീക്കം നടത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അക്കാര്യം US ഉദ്യോഗസ്ഥർ പോലും സമ്മതിക്കുന്നുണ്ട്. ഒരു വ്യാപാര കരാറിനെ കുറിച്ച് അമേരിക്കയുമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്കിടയിൽ ഇന്ത്യ എല്ലായ്പ്പോഴും വാഷിംഗ്ടണുമായി യോജിക്കില്ല. കാരണം സ്വന്തം താൽപര്യങ്ങളുടെ പരിധിക്കപ്പുറത്തേക്ക് ഇന്ത്യ നീങ്ങില്ല എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് വിരമിച്ച US ആർമി കേണലും പ്രതിരോധ വിദഗ്ധനുമായ ഡഗ്ലസ് മക്ഗ്രെഗർ. റഷ്യയുമായി വ്യാപാരം നടത്തുന്നതിലൂടെ ഒരു രാജ്യവുമായുള്ള ബന്ധത്തെ ഭയപ്പെടുത്തുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. അത് മണ്ടൻ മാനസികാവസ്ഥയാണെന്ന് വിശേഷിപ്പിച്ചു. മോസ്കോയുമായുള്ള ന്യൂഡൽഹിയുടെ എണ്ണ വ്യാപാരത്തിന് മറുപടിയായി ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 50% തീരുവ ചുമത്തി ഇന്ത്യ US ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മക്ഗ്രിഗർ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾക്കൊന്നുകിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയാണെന്ന ശീലമുണ്ട്. ജോർജ് വാഷിംഗ്ടൺ കഴിഞ്ഞ 25-30 വർഷമായി ഞങ്ങൾക്ക് ബന്ധം നഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഒരു സംസ്ഥാനവും സ്വന്തം താൽപര്യങ്ങളുടെ പരിധിക്ക് അപ്പുറത്തേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. ഞങ്ങൾക്കത് മനസ്സിലായതായി തോന്നുന്നില്ല. പങ്കാളിത്തങ്ങളിലോ പരിമിതമായ ബാധ്യത പങ്കാളിത്തങ്ങളിലോ ഞങ്ങൾക്ക് താല്പര്യമില്ല. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളോടും അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളോടും ഇന്ത്യ എപ്പോഴും യോജിക്കില്ലെന്ന് മനസ്സിലാക്കുക. വ്യാപാരം, വാണിജ്യം, സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണത്തിനും ബിസിനസ്സിനും ഒരു കാരണമുണ്ട്. അതിനാൽ നമുക്കവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. വാഷിംഗ്ടൺ അത് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. റഷ്യയുമായി വ്യാപാരം നടത്താൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് എതിരാണെന്ന് പറയുന്ന ഒരു മണ്ടൻ മാനസികാവസ്ഥയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ US ബന്ധത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിനിടെ ഇന്ത്യ ചരിത്രപരമായി റഷ്യയുടെ സഖ്യകക്ഷിയാണെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ ചരിത്രപരമായി റഷ്യയുടെ സഖ്യകക്ഷിയാണ്. ചേരിചേരാ രാജ്യമാണെങ്കിലും രണ്ടാമതായി ചൈനക്കാർ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് ആരും കരുതുന്നില്ല. അതിർത്തിയിലെ ഏറ്റുമുട്ടലുകളെ വെറും ഏറ്റുമുട്ടലുകളായി എല്ലാവരും കണക്കാക്കുന്നു. അതിർത്തി എവിടേക്കാണ് പോകുന്നതെന്ന് സംബന്ധിച്ച് ഏകകണ്ഠമായ കാഴ്ചപ്പാടില്ല. എന്നാൽ ചൈനയുമായും ഇന്ത്യയുമായും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കൂടാതെ അന്താരാഷ്ട്ര വേദിയിൽ റഷ്യക്കാർ ഇന്ത്യയിൽ നിന്ന് പിന്തുണ നേടിക്കൊണ്ടിരുന്നു അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തി. അതിനുശേഷം ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നതിനായി ന്യൂഡൽഹി വാഷിംഗ്ടണുമായി ചർച്ചകൾ നടത്തി വരികയാണ്. എല്ലാ ഇടപാടുകളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ ഇപ്പോൾ അമേരിക്കയുമായും മറ്റു രാജ്യങ്ങളുമായും കരാറുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ANIയോട് വ്യക്തമാക്കി. അതേസമയം 2026 സാമ്പത്തിക വർഷത്തിൽ റഷ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ US-ൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ ഗണ്യമായ വർധനവുണ്ടായതായി സാമ്പത്തിക സർവേ 2026 എടുത്തു കാണിക്കുന്നു. ഇന്ത്യ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ വൈവിധ്യത്തിൽ ശ്രദ്ധേയമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.